നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് എല്ലാവരും മറന്നാണ്. ക്ലാസ്സിൽ ഇല്ലാത്തവര് കാണും. ലാംഗ്വേജ് ഡെവലപ്മെന്റ് വരെയായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ആണ്. എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ്. പുതിയ സ്റ്റുഡന്റ് ഒക്കെ കാണും. അവർക്ക് ടെക്സ്റ്റ് ഇല്ലാത്തവർക്ക് കൊറിയർ വഴി അയച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവര് സ്ക്രീനിൽ നോക്കുക. കറക്റ്റ് 3rd ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കുന്നത്. സ്റ്റേജസ് ഓഫ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ആണെന്ന പോർഷനാണ് ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് കൂടുതലായിട്ട് പറയുന്നത്. There are several factors which influence language development such as. ലാംഗ്വേജ് ഡെവലപ്മെന്റിന് ഒരുപാട് അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, ഘടകങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഹെൽത്ത് ഓഫ് ദി ചൈൽഡ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ. ഒരു കുട്ടിയുടെ ആരോഗ്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. വിച്ച് വിൽ അഫക്ട് ഹിസ് ലാംഗ്വേജ്, വൊക്കാബുലറി ആൻഡ് സ്പീച്ച്. ഈ കുട്ടിയുടെ ആരോഗ്യം എന്ന് പറയുന്നത് എന്തിനെല്ലാം അഫക്റ്റ് ചെയ്യുന്നുണ്ട്? ഹിസ് ലാംഗ്വേജ്, അവന്റെ ഭാഷ, വൊക്കാബുലറി, പദാവലി, ഓരോ വാക്കുകൾ ഉച്ചരിക്കാനുള്ള കഴിവ്, ആൻഡ് സ്പീച്ച്, എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി പ്രസംഗിക്കാനുള്ള കഴിവ്. ഇതെല്ലാം ഒരു കുട്ടിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത് കുട്ടിയുടെ ആരോഗ്യമാണ്. If a child is healthy, he will be actively involved in play and interaction with others. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? നല്ലതുപോലെ മറ്റുള്ളവരുമായിട്ട് ഇടപഴകും. അതുപോലെ കളിക്കാനൊക്കെ അതിന് നല്ല ഉത്സാഹമായിരിക്കും. ഒരു ആക്റ്റീവ് അല്ലാത്ത കുട്ടി എപ്പോഴും അസുഖങ്ങളും അതുപോലെ തന്നെ ആരോഗ്യമില്ലാത്ത ഒരു കുട്ടി എങ്ങനെയായിരിക്കും? എവിടെങ്കിലും ഒരിടത്ത് അടങ്ങിയിരിക്കാനേ ശ്രമിക്കും. മറ്റുള്ളവർ അവൻ മിങ്കിള് ചെയ്യാനായിട്ട് ശ്രമിക്കാറില്ല. ഇത് കുഞ്ഞിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. വിച്ച് വിൽ എനേബിൾ ഹിം ടു ഇൻക്രീസ് ഹിസ് വൊക്കാബുലറി, സ്പീച്ച് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ മാത്രമേ അവന് വാക്കുകൾ ഉച്ചരിക്കാനും മറ്റുള്ളവരോട് എങ്ങനെ ഇടപെടണമെന്ന് മനസ്സിലാക്കാനും കഴിയും. എ ചൈൽഡ് വിത്ത് ഇൽ ഹെൽത്ത് വിൽ ബി ഡീബാർഡ് ഫ്രം പ്ലേ ആൻഡ് ഇന്ററാക്ഷൻ വിത്ത് അതേഴ്സ്. ഒരു കുട്ടി ഇൻഹെൽത്തി ആണെങ്കിൽ, എന്ന് വെച്ചാൽ അൺഹെൽത്തി ആണെങ്കിൽ, മറ്റുള്ളവരോടൊപ്പം അവൻ ഒരിക്കലും മിങ്കിൾ ചെയ്യില്ല, മറ്റുള്ളവരോട് കളിക്കില്ല, മറ്റുള്ളവരോട് സംസാരിക്കില്ല, ആളുകൾ കൂടുന്നിടത്ത് പോകത്തില്ല. അങ്ങനെ ഒരുപാട് ഡീഫാൾട്ട് വരും കുഞ്ഞുങ്ങൾക്ക്. Therefore, automatically will have inability to develop speech and communication. കുട്ടി അൺഹെൽത്തി ആകുമ്പോഴത്തേക്കും അതിന് സംസാരിക്കാനുള്ള കഴിവും എല്ലാം മറ്റുള്ള കപ്പാസിറ്റീസ് എല്ലാം വളരെ കുറഞ്ഞിരിക്കും. Children with better intelligence have a tendency to increase their vocabulary at a faster rate and will be better in speech than those with low intelligence. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടിക്ക് നല്ലതുപോലെ സംസാരിക്കാനും അതുപോലെ മറ്റുള്ളവരോട് ഇടപഴകാനുമുള്ള കഴിവുണ്ട്. അൺഹെൽത്തി ആയിട്ടുള്ള കുട്ടിക്ക് ഒരിക്കലും മറ്റുള്ളവരോട് നല്ല രീതിയിൽ മിങ്കിള് ചെയ്യാനായിട്ടുള്ള കഴിവ് ഉണ്ടായിരിക്കില്ല. ഒരു കുഞ്ഞുങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അൺഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ ഹെൽത്തി ആക്കാനാണ് ശ്രമിക്കേണ്ടത്. ബെറ്റർ ദി ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ബെറ്റർ വുഡ് ബി സ്കൂൾ പെർഫോമൻസ്. സ്കൂളിലെ പെർഫോമൻസ് അനുസരിച്ചാണ് കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് വളരുന്നത്. നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തെങ്കിൽ മാത്രമേ അതിന്റെ ഭാഷ, എങ്ങനെയാണ് ഭാഷ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് വാക്കുകൾ ഉപയോഗിക്കേണ്ടത്, എല്ലാം കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ എല്ലാ പുരോഗതിക്കും ആവശ്യം എന്താണ്? സ്കൂൾ പെർഫോമൻസ് അനുസരിച്ച്. സ്കൂളിൽ ഇപ്പൊ ഒരു ആരോഗ്യം ഇല്ലാതെ എന്നും അസുഖവും എന്നും പനിയും അങ്ങനെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. ടീച്ചേഴ്സ് എന്താണ് പറയുന്നതെന്നും അവർക്ക് മനസ്സിലാകില്ല. അവരെപ്പോഴും ഗ്ലൂമി ആയിട്ട് ക്ലാസ്സുകളിൽ കുത്തിയിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് നല്ലതുപോലെ നോക്കണം. ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായോ? ഷാരിജ? യെസ് മാം, മനസ്സിലായോ? നിഷിത?
നിഷിതയുടെ ഫസ്റ്റ് ക്ലാസ് അല്ലേ? സെക്കൻഡ് ക്ലാസ് ആണ്? അതെ അതെ, സെക്കൻഡ് ആണ്. പിന്നെ അനാമികയ്ക്കോ? അനാമികയ്ക്ക് മനസ്സിലായോ? അനാമിക ഇല്ലേ? ഷിബിനയ്ക്ക് അവിടെ? ഷിബിനയ്ക്ക് മനസ്സിലായോ? ഓക്കെ. ആൽഫി? ആൽഫി ഒന്ന് പറഞ്ഞു, നമ്മൾ ഇപ്പൊ ഈ പാരഗ്രാഫില് പറഞ്ഞത് ചെറുതായിട്ടൊന്ന് പറഞ്ഞു മതി, ഷോർട്ടാക്കി. ഇതിന് എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് ഫസ്റ്റ് പറയുന്നത് കുട്ടികളുടെ ഹെൽത്ത് കുറിച്ചാണ് പറയുന്നത്. അപ്പം അവര് അൺഹെൽത്തി ആയിട്ടുണ്ടെങ്കിൽ അവർ ഒന്നിനും ലാംഗ്വേജ് സ്പീച്ച് ലൈൻ അവർ ഡെവലപ്മെന്റ് ഒന്നും കാണാനില്ല. സോ ഹെൽത്തി ചൈൽഡ് ആയാൽ മാത്രമേ നമുക്ക് എല്ലാത്തിന്റെ കൂടെ കാണാൻ പറ്റും. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഇപ്പം കമ്മ്യൂണിക്കേഷൻ, ഇപ്പൊ ഇന്ററാക്ഷൻസ് അതർ പീപ്പിളിനോട് അതർ ചൈൽഡ്സിനോട് ഇന്ററാക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നാൽ മാത്രമേ അവർക്ക് പ്ലേ ഒക്കെ ചെയ്യാൻ പറ്റും. അവർ സ്പീച്ച് കമ്മ്യൂണിക്കേഷൻ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒരു അസുഖമുള്ള കൊച്ചെന്ന് വെച്ചാൽ അവർക്ക് ഒരു പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ പറ്റൂല, ഒരു ഡെവലപ്പേഷൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവരുടെ ടാലന്റ് കൊണ്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു കൊച്ച് ഒരു സ്കൂൾ പെർഫോമൻസ് വഴിയാണ് നമുക്ക് നല്ല ഒരു ഹൈ പൊസിഷനിലോട്ട് പോകാൻ പറ്റും. ഇത്രയാണ് ഈ പാരഗ്രാഫിലോട്ട് എനിക്ക് മനസ്സിലായത്. നിഷിതയ്ക്ക് എന്താണ് മനസ്സിലായത്? നിഷിത ഫസ്റ്റ് ക്ലാസ് അല്ലേ? എന്താണ് ഇപ്പൊ ഈ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പറയാമോ? പോയിന്റ്സ് മാത്രം മതി. ഒരു മിനിറ്റ്. നമ്മൾക്ക് ഇതിൽ പറഞ്ഞത് എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് ആണ്. ഇതിൽ ഹെൽത്ത് ഓഫ് ദ ചൈൽഡ് ആണ് ഇമ്പോർട്ടന്റ് എന്നാണ് പറയുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ചൈൽഡ് ആണെങ്കിൽ അവർക്ക് അവരുടെ ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അവര് ഹെൽത്തി ആണെങ്കിലാണ് ഇപ്പൊ നമ്മൾ ഇന്ററാക്ട് ചെയ്യത്തുള്ളൂ ക്ലാസ്സസിൽ, പ്ലേ ചെയ്യാനാണെങ്കിലും എഡ്യൂക്കേഷനിലാണെങ്കിലും വൊക്കാബുലറി ആണെങ്കിലും കമ്മ്യൂണിക്കേഷനിലാണെങ്കിലും. അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ചൈൽഡ് എപ്പോഴും വയ്യാത്ത പോലെ ഇന്ററാക്ട് ചെയ്യാണ്ട് അവർ ഒന്നിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്ട് ഡൗൺ ആയിരിക്കും എന്നാണ് എനിക്കിത് മനസ്സിലായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ്. It has been observed that girls indulge more in talking than boys. Girls develop better vocabulary than boys. Therefore, boys lag behind girls in developing speech. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. പെൺകുട്ടികൾ പെട്ടെന്ന് സംസാരിക്കുന്ന വെച്ചാൽ അവർ പെട്ടെന്ന് മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യുകയും കൂടുതൽ വേർഡ്സുകൾ ഉപയോഗിക്കുകയും ചെയ്യും. പക്ഷെ ബോയ്സ് ആണെങ്കിലോ തൊട്ട് പിറകിലായിരിക്കും. അധികം ആരോടും പെട്ടെന്ന് അവർ അടുക്കത്തില്ല. നമ്മൾ കുഞ്ഞുങ്ങളെ നിന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ പെട്ടെന്ന് മറ്റുള്ളവരുമായിട്ട് വർത്തമാനം പറയാനും കളിക്കാനും ചിരിക്കാനും അവര് സ്വന്തമായിട്ട് തന്നെത്താൻ ഇരുന്ന് സംസാരിക്കുകയും മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും. പക്ഷെ ആൺകുട്ടികൾ അങ്ങനെയല്ല. അവരിച്ചിരി കുറച്ച് പിറകിലോട്ടാണ്. അവര് കൂടുതലും മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് ശ്രമിക്കാറില്ല. നമ്മൾ കുഞ്ഞുങ്ങളെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ കുഞ്ഞുങ്ങളുള്ള പേരൻസിന് നല്ലതുപോലെ മനസ്സിലാവും. ആൺകുട്ടികൾ എപ്പോഴും എങ്ങനെയാണ് സംസാരിക്കുന്നത്? വളരെ കുറച്ചും. പെൺകുട്ടികൾ നല്ല ടോക്കറ്റീവ് ആയിരിക്കും, നല്ലതുപോലെ എപ്പോഴും സംസാരിക്കും, സംസാരിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര ഡൗട്ട്സ് ആണ്. It has been observed that girls indulge more in talking than boys. Girls develop better vocabulary than boys. ആൺകുഞ്ഞുങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ വേർഡ്സുകൾ പെൺകുട്ടികൾ പറയും. Therefore, boys lag behind girls in developing speech. അതുകൊണ്ട് സംസാരിക്കാനുള്ള കഴിവ് എപ്പോഴും ആർക്കാണ് കൂടുതൽ? പെൺകുട്ടികൾക്കാണ്. Factors such as socio-economic status of the family relationship among family members and encouragement by parents, opportunity to interact with others, adults and peers from other, and higher socio-economic status. ഫസ്റ്റ് ക്ലാസ്സിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഫാമിലി റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ഫാമിലിയിലുള്ള മെമ്പേഴ്സിന്റെ എൻകറേജ്മെന്റ് കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്.
അതുപോലെ ഓപ്പർച്യൂണിറ്റി ടു ഇന്ററാക്ട് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായി ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ. അഡൽട്സ് ആൻഡ് പിയേഴ്സ്, അഡൽട്സ് ആൻഡ് പിയേഴ്സ് മീൻസ് ഭാഷ എന്ന് പറയും, വേറെ വേറെ വാക്കുകൾ അല്ലെങ്കിൽ വേറെ ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവ്. ഫ്രം മദർ, ഇപ്പം അതുപോലെ തന്നെ ഹൈ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, ഓരോ സിറ്റുവേഷനിലും ഓരോ സൊസൈറ്റിയിലും ഓരോ സിറ്റുവേഷനിലും എങ്ങനെ സംസാരിക്കണമെന്ന് കുട്ടികൾ മനസ്സിലാക്കുന്നത് പേരൻസിൽ നിന്നാണ്, ഫാമിലി മെമ്പേഴ്സിന്റെ എൻകറേജ്മെന്റിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള ഡെവലപ്മെന്റ് രൂപപ്പെടുത്തി എടുക്കുന്നത്. ഹെറിഡിറ്റി ആൻഡ് ബിലിംഗ്വലിസം ക്യാൻ ബി play a great role in child's language learning. Keeping in view above points, educational programs may be designed. ബിലിംഗ്വാലിസം എന്ന് പറഞ്ഞാൽ ദ്വിഭാഷ, കുഞ്ഞുങ്ങൾക്ക് മറ്റുള്ളവരുടെ ഭാഷ സംസാരിക്കാനുള്ള കഴിവുണ്ട്. അവർ ഏത് കാര്യങ്ങൾ, കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. നല്ലതായാലും ചീത്തയായാലും അവർ മറ്റുള്ളവർ സംസാരിക്കുന്നതെല്ലാം ക്ലിയർ ആയിട്ട് കേട്ട് നിൽക്കും. പിന്നീട് അവർ അങ്ങോട്ട് മാറുമ്പോൾ അത് എങ്ങനെയാണ് അവർ സംസാരിക്കുന്നത്, അവരുടെ സ്റ്റൈൽ എങ്ങനെയാണ്, അവർ ഉപയോഗിക്കുന്ന വേർഡ്സുകൾ എന്തൊക്കെയാണെന്നൊക്കെ അവർ ഉപയോഗിച്ച് നമ്മളെ കാണിക്കും. അവർ പെട്ടെന്ന് ഇമിറ്റേറ്റ് ചെയ്യും മറ്റുള്ളവരെ. ക്യാൻ പ്ലേ എ ഗ്രേറ്റ് റോൾ ഇൻ ചൈൽഡ്സ് ലാംഗ്വേജ് ആൻഡ് ലേണിംഗ്, അങ്ങനെയാണ് അവർ ഓരോ ഭാഷ പഠിച്ചെടുക്കുന്നത്. കീപ്പിംഗ് ഇൻ വ്യൂ എബോവ് പോയിന്റ്സ്, എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് മേ ബി ഡിസൈൻഡ്. ഇങ്ങനെയുള്ള ഈ പോയിന്റ്സ് എല്ലാമാണ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾക്ക് മറ്റുള്ളവരുടെ ഭാഷ മനസ്സിലാക്കാനും അതുപോലെ ഫാമിലി മെമ്പേഴ്സ് കുഞ്ഞുങ്ങളെ നല്ലതുപോലെ എൻകറേജ് ചെയ്യുമ്പോഴൊക്കെയാണ് കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. However, educational program for language development should be designed in such a way so that it can provide conducive environment by providing opportunities for interaction with adults and peers with a goal of developing oral language. കൺഡ്യൂസീവ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ അനുകൂലമായ വികസനം എന്നാണ് എന്റെ മീനിങ്. കൺഡ്യൂസീവ് എൻവയോൺമെന്റ്, ആ വേർഡുകളൊക്കെ എഴുതി നിങ്ങൾ അതിന്റെ മലയാളം മീനിങ് ഒക്കെ എഴുതി വെക്കണം. നമ്മൾ പുതിയ പുതിയ വേർഡുകൾ പഠിക്കുന്നത് അങ്ങനെയാണ്, അതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കിയിരിക്കണം. കൺഡ്യൂസീവ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ അനുകൂലമായ വികസനം. ബൈ പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇന്ററാക്ഷൻ വിത്ത് അഡൽട്സ് ആൻഡ് പിയേഴ്സ്, കുഞ്ഞുങ്ങൾ മറ്റുള്ളവരുമായിട്ട്, അഡൽട്സ് മീൻസ് മുതിർന്നവരും, പിയേഴ്സ് എന്ന് പറഞ്ഞാൽ PEERS എന്ന് പറഞ്ഞാൽ പിയേഴ്സ്, സമപ്രായക്കാർ, ഒരേ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളിൽ നിന്നും. പിന്നീട് ഗോൾ ഓഫ് ഡെവലപ്പിംഗ് ഓറൽ ലാംഗ്വേജ്, സംസാര ഭാഷയിൽ നിന്നുമാണ് കുഞ്ഞുങ്ങൾ അവരുടെ പെരുമാറ്റം രൂപപ്പെടുത്തി എടുക്കുന്നത്. അപ്പോഴേ അത് നിങ്ങൾ നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിക്കുക. ഹൗവർ educational program for language development should be designed in such a way so that it can be provide conducive environment by providing opportunities for interaction with adults and peers. Peers in the meaning എന്തുവാ ആൽഫി? ഈക്വൽ ഏജസ് എടുക്കാനുള്ളതാണ് പിയേഴ്സ് എന്ന് പറയുന്നത്. കേട്ടില്ല? ഈക്വൽ ഏജസിലിരിക്കുന്ന എല്ലാരും പിയേഴ്സ് എന്ന് പറയും. ഓക്കെ, ഒരു സമപ്രായക്കാരെന്ന് മലയാളത്തിൽ പറയും. പിയേഴ്സ് വിത്ത് എ ഗോൾ ഓഫ് ഡെവലപ്പിംഗ് ഓറൽ ലാംഗ്വേജ്, സംസാര ഭാഷ പഠിക്കുന്നത് മറ്റു മുതിർന്നവരുമായും അല്ലെങ്കിൽ സമപ്രായക്കാരുമായിട്ടുള്ള ഇന്ററാക്ഷനിലൂടെയാണ്. അവര് തമ്മിലുള്ള സംസാരത്തിലൂടെയാണ് ഓറൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓറൽ ലാംഗ്വേജ് സ്കിൽസ്, ഇൻക്രീസിംഗ് ചിൽഡ്രൻസ് വൊക്കാബുലറീസ് ആൻഡ് പ്രീ റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് സ്കിൽസ്, മുൻകൂട്ടി എഴുതാനും വായിക്കാനുമുള്ള കഴിവും അതുപോലെ തന്നെ കുട്ടികളുടെ വൊക്കാബുലറീസ്, പുതിയ പുതിയ വേർഡുകൾ പഠിക്കാനുള്ള കഴിവും എല്ലാം ഉണ്ടാകുന്നത് മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ്. ഒരു കുഞ്ഞുങ്ങളെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനായിട്ട് അനുവദിക്കണം. നല്ല നല്ല കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാനും അതുപോലെ നല്ല നല്ല കാര്യങ്ങളെ നമ്മൾ എൻകറേജ് ചെയ്യാനും അവരെ പ്രോത്സാഹിപ്പിച്ചെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് നന്നായി വരും, അവർക്ക് വ്യക്തിത്വ വികസനം ഉണ്ടാവുകയുള്ളൂ. ആ പാരഗ്രാഫ് ഒന്നുകൂടെ ഒന്ന് വായിക്കാം, ശ്രദ്ധിക്കുക. Factors such as socio-economic status of the family relationship,
among family members and encouragement by parents, opportunity to interact with others, adults and peers from other and higher socio-economic status, heredity and bilingualism can play a great role in child's language learning. Keeping in view above points, educational programs may be designed. However, educational program for language development should be designed in such a way so that it can be provide conducive environment. Conducive environment എന്ന് പറഞ്ഞാൽ എന്താണ്? അനുകൂലമായ വികസനം അല്ലെങ്കിൽ ചുറ്റുപാട് എന്നൊക്കെ പറയും. By providing opportunity for interaction with adults and peers. മുതിർന്നവരും സമപ്രായക്കാരുമായിട്ടുള്ള ഇന്ററാക്ഷനും with a goal of developing oral language skills. അവർക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടാകുന്നത് മറ്റുള്ളവരോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ മാത്രമാണ്. അല്ലാതെ ഒരു കുട്ടിയെ മുറിയിൽ അടച്ചിട്ട് കുട്ടി വളർത്തി കഴിഞ്ഞാൽ അവന് ആരെങ്കിലുമായിട്ട് ഒരു ഇന്ററാക്ഷൻ ഉണ്ടോ? ആരെങ്കിലുമായിട്ട് ഒരു സഹകരണം ഉണ്ടോ? ഇല്ല. ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ മറ്റുള്ളവരുമായിട്ട് സഹപാഠികളുമായിട്ടും അല്ലെങ്കിൽ സമപ്രായക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ അനുവദിക്കണമെന്ന് പറഞ്ഞാൽ അവരോട് ഒപ്പം കളിക്കാനായിട്ടും മറ്റുള്ള കാര്യങ്ങൾക്കും എല്ലാം അവരെ എൻകറേജ് ചെയ്യിക്കണം. എങ്കിൽ മാത്രമേ അവരുടെ ലാംഗ്വേജ് സ്കില്ല് നല്ലതുപോലെ ഡെവലപ്പ് ആവുകയുള്ളൂ. ഇൻക്രീസിങ് ചിൽഡ്രൻസ് വൊക്കാബുലറീസ് ആൻഡ് പ്രീ റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് സ്കിൽസ്. മുൻകൂട്ടി കണ്ട് എഴുതാനും അതുപോലെ റീഡിംഗ് സ്കിൽസ്, ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നല്ലതുപോലെ വായിക്കാനുമുള്ള കഴിവുകൾ നിങ്ങൾക്ക് ഉണ്ടാകും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഫാമിലി മെമ്പേഴ്സിന്റെയും പേരൻസിന്റെയും എൻകറേജ്മെന്റ് കുട്ടികൾക്ക് വേണം. അവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ എൻകറേജ് ചെയ്യിക്കണം. എന്ന് വെച്ചാൽ നല്ലതാണ് അല്ലെങ്കിൽ മോൾ നല്ലതുപോലെ ചെയ്യണം. അവരെ എപ്പോഴും എൻകറേജ് ചെയ്യണം, അല്ലാതെ ഡിസ്കറേജ് ചെയ്യരുത്. ഓക്കെ, ആ പാരഗ്രാഫ് മനസ്സിലായോ? നെക്സ്റ്റ് എന്ന് പറയുന്നത് റോൾ ഓഫ് സ്കൂൾ ഇൻ ദി ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡ്. ഇത്രയും നേരം നമ്മൾ പഠിച്ചത് റോൾ ഓഫ് ദി ഡെവലപ്മെന്റ് ഓഫ് ഫാമിലി ഒക്കെ ആയിരുന്നു. പക്ഷെ അടുത്ത റോള്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് റോൾ അടുത്ത ആർക്കാണ്? റോൾ ഓഫ് സ്കൂൾ. കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ ഉള്ളതിനേക്കാൾ കൂടുതൽ സമയം സ്കൂളുകളിലാണ്, ടീച്ചേഴ്സിനോടൊപ്പമാണ്. നമ്മൾ ഈ കോഴ്സ് പഠിക്കുന്ന നല്ലൊരു ടീച്ചറൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളുടെ റോള് നല്ലതായിരിക്കണം. കുഞ്ഞുങ്ങളോട് എങ്ങനെ പെരുമാറണം, അവരെ എൻകറേജ് ചെയ്യിക്കണം, അവരുടെ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അത് മാറ്റണം. ഇതൊക്കെയാണ് ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടി. ഒരു ടീച്ചറിന് ഒരു കുട്ടിയെ നല്ലതാക്കാനും മോശപ്പെടുത്താനും പറ്റും. ഒരു കുട്ടി, നമ്മുടെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി എന്തെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അവനെ ഒഴിവാക്കുകയല്ല വേണ്ടത്, അവന് നല്ല ഹാബിറ്റുകൾ പറഞ്ഞു കൊടുത്ത് അവനെ മുന്നോട്ട് കൊണ്ടുവരികയാണ് വേണ്ടത്. റോൾ ഓഫ് സ്കൂൾ ഇൻ ദി ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡ്. സ്കൂളിന് എന്ത് റോളാണ് ഒരു കുഞ്ഞിന്റെ ഡെവലപ്മെന്റിൽ ഉള്ളതെന്ന് നോക്കാം. എ ചൈൽഡ് കമ്മിങ് ടു എ പ്രീ സ്കൂൾ ഓർ ECCE. ECCE എന്ന് പറഞ്ഞാൽ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ആണ് ECCയുടെ ഫുൾ ഫോം. ECCE സെന്റർ ഈസ് ഓൾറെഡി യൂസിങ് ലാംഗ്വേജ് ടു എക്സ്പ്രസ് ഹിസ് നീഡ്സ്. പ്രീ സ്കൂളിൽ നമ്മൾ കൊണ്ട് ചേർക്കുമ്പോഴത്തേക്ക് അവരുടെ ലാംഗ്വേജ്, അവരുടെ ആവശ്യങ്ങളെല്ലാം ലാംഗ്വേജിലൂടെയാണ് പറയുന്നത്. അവരുടെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെന്ന് അവർ പറയാറുണ്ട്. ദ എബിലിറ്റി ഓഫ് ഈസ് poised for rapid growth given a supportive environment. Poised means സജ്ജീകരിക്കുക. Rapid means അതിവേഗം. Rapid growth given a supportive environment. അവന് ആ പ്രീ സ്കൂളിൽ ചെല്ലുമ്പോൾ അവന് പെട്ടെന്നുള്ള വളർച്ചയാണ് ഉണ്ടാകുന്നത്. പെട്ടെന്ന് വേർഡുകൾ പഠിക്കും. ഇപ്പൊ നമ്മൾ തന്നെ കുഞ്ഞുങ്ങളെ പ്രീ സ്കൂളിൽ വിടുമ്പോൾ അവർ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അന്നത്തെ ദിവസം മൊത്തം ഡൗട്ട്സ് ആണ്. ഓരോ കാര്യങ്ങളെ പറ്റി അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും. കാരണം എന്ന് വെച്ചാൽ പുതിയ പുതിയ വേർഡുകൾ ഈ പ്രീ സ്കൂളിൽ നിന്നാണ് പഠിക്കുന്നത്. ഫ്രണ്ട്സിൽ നിന്നും ടീച്ചറിൽ നിന്നും ക്ലാസ്സിലുള്ള ഇന്ററാക്ഷനിലൂടെ അവർ കൂടുതൽ പോയിന്റ്സ് പഠിച്ചുകൊണ്ടേയിരിക്കും. Sometimes the child is able to use certain phrases or expressions of more than one language depending on the home environment. അതുപോലെ കുഞ്ഞുങ്ങളെ പ്രീ സ്കൂളിൽ ഇപ്പൊ എത്തിക്കുമ്പോൾ അവർ വീട്ടിലെ എൻവയോൺമെന്റ് അല്ല സ്കൂളിലെ എൻവയോൺമെന്റ്. വീട്ടില് പേരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ഒക്കെ കാണുള്ളൂ. സ്കൂളിൽ ചെല്ലുമ്പോഴേക്കോ ഫ്രണ്ട്സ് ഉണ്ട്, അഡൽട്സ് ഉണ്ട്, അതുപോലെ ടീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ വേറൊരു എൻവയോൺമെന്റിലോട്ടാണ് കുഞ്ഞുങ്ങൾ ചെല്ലുന്നത്. അപ്പോൾ
അവർ അവിടുത്തെ ലാംഗ്വേജ് എങ്ങനെയാണെന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. Apart from linguistic progress of this child is full of energy. He loves to play, jump, run, push, pull or climb. ചില കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര താല്പര്യമാണ്. എന്താ, അവിടെ നിന്ന് വേറെ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് കളിക്കാം, ചാടാം, ഓടാം, പിന്നെ മരത്തിൽ വലിഞ്ഞു പിടിച്ച് കയറാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. ചില കുഞ്ഞുങ്ങൾ എന്താണ്, സ്കൂളിലോട്ട് പോകാനായിട്ട് മടിക്കാറുണ്ട്. പക്ഷെ അവർ ഒരാഴ്ചയൊക്കെ പോകുമ്പോഴത്തേക്ക് ആ സിറ്റുവേഷനുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് പിന്നീട് നല്ല താല്പര്യം ഉണ്ടാവും സ്കൂളുകളിൽ എത്താനായിട്ട്. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ എത്തണമെങ്കിൽ നമ്മൾ എന്താ, ടീച്ചേഴ്സിനും നല്ല സ്നേഹത്തോടു കൂടി പെരുമാറിയെങ്കിൽ കുഞ്ഞുങ്ങളും സ്കൂളിലേക്ക് വരൂ. നമ്മൾ കുഞ്ഞുങ്ങളോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ സ്കൂളിലോട്ട് വരുമോ? അവർ പറയും ടീച്ചറിനെ ഇഷ്ടമല്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ എപ്പോഴും നല്ല സ്നേഹത്തോടു കൂടി മാത്രമേ കുഞ്ഞുങ്ങളോട് പെരുമാറാവൂ. He also has the urge to know, feel, manipulate, although his finer muscles are not yet fully developed. He also has an urge to know. എല്ലാ കാര്യങ്ങളും അറിയാനുള്ള ആഗ്രഹം, പ്രേരിപ്പിക്കുക. അർജ് മീൻസ് പ്രേരിപ്പിക്കുക. ഫീൽ, മാനിപ്പുലേറ്റ്. മാനിപ്പുലേറ്റ് മീൻസ് കൈകാര്യം ചെയ്യുക എന്നാണ് പറയുന്നത്. അതിന്റെ മീനിങ് മലയാളം മീനിങ് കൈകാര്യം ചെയ്യുക. Although his finer muscles are not yet fully developed. എന്റെ മസിൽസ് എല്ലാം വലുതായിട്ട് ഡെവലപ്പ് ആയില്ലെങ്കിലും അവന് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് ഈ പ്രായത്തിൽ ഉണ്ടാകുന്നുണ്ട്, ഈ പ്രീ സ്കൂൾ പീരീഡിൽ ഉണ്ടാകാറുണ്ട്. ദിസ് ചൈൽഡ് ഡെമോൺസ്ട്രേറ്റ്സ് അസർട്ടീവ്നെസ് എന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളിലുള്ള ഉറപ്പ് പ്രകടമാക്കാറുണ്ട് കുട്ടികൾ. എന്ന് വെച്ചാൽ അവന് ഡെഫിനറ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടാകുന്നു. He intends to exert his authority by pushing, grabbing, pulling, hitting, etc. അതുപോലെ തന്നെ അവന് ഓരോ കാര്യങ്ങളിൽ മറ്റുള്ളവരെ പിടിച്ച് തള്ളുകയും പിടിക്കുകയും വലിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ കൂടുതൽ പരാതി വരുന്നത് പ്രീ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലാണ്. ഏറ്റവും കൂടുതൽ പരാതി വരുന്നത് അവനെന്നെ പുള്ളി, ഇവനെന്നെ പിച്ചി, എന്നെ തള്ളി എന്ന് പറഞ്ഞുകൊണ്ട്. കുഞ്ഞുങ്ങളുടെ ആ ഡെവലപ്പിംഗ് സ്റ്റേജിലുള്ള മാറ്റങ്ങളാണ്. അതെല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ട്, അവരങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ അവരെ എന്തെങ്കിലും ദേഷ്യം വെച്ചോ വൈരാഗ്യം വെച്ചോ ഒന്നും അല്ല ചെയ്യുന്നത്, അവരുടെ പ്രായത്തിന്റെയാണ്. നമ്മൾ അത് മനസ്സിലാക്കി അവരെ പറഞ്ഞു മനസ്സിലാക്കണം. എന്താ, അങ്ങനെ ഒരാളെ പിടിച്ച് തള്ളരുത്, അടിക്കരുത് എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും. അത് ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുത്താൽ എല്ലാ കുഞ്ഞുങ്ങളും നല്ല കുഞ്ഞുങ്ങളാണ്. He is set to develop social relationship with other children of the group. He is in a bit of demonstrative autonomy and independence. Wants to do certain things himself, like wearing his shoes, cleaning some utensils, bathing himself, or trying to lift comparatively heavy objects. ഈ പ്രായത്തിൽ അവർ കുറെ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാനായിട്ട് തുടങ്ങുന്നു. സ്വന്തമായിട്ട് ഷൂ ഒക്കെ ഇടാൻ തുടങ്ങും. പിന്നെ ചോറ് കൊണ്ടുവന്ന് ലഞ്ച് ബോക്സ് ഒക്കെ ഒന്ന് തന്നെത്താൻ കഴുകി നോക്കും. പിന്നീട് സ്വന്തമായിട്ട് കുളിക്കാൻ ശ്രമിക്കും. പിന്നീട് ട്രൈങ് ടു ലിഫ്റ്റ് കമ്പാരിറ്റീവ്ലി ഹെവി ഒബ്ജക്ട്സ്, എടുക്കാൻ വയ്യാത്ത സാധനങ്ങളൊക്കെ ഓടിപ്പോയി എടുത്തു പോകും. അങ്ങനെയൊക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ ഉണ്ട്. His attempt to help others at home indicates that he is growing fast. അവൻ എന്താ ചിന്തിക്കുന്നതെന്ന് അറിയാമോ? ഇങ്ങനെ വീട്ടിലുള്ളവരെ ഓരോ കാര്യങ്ങൾക്ക് സഹായിക്കുമ്പോൾ അവൻ എന്താ പെട്ടെന്ന് വളരെ വലിയ കുട്ടിയായി മാറുമെന്നാണ് അവൻ വിചാരിക്കുന്നത്. വെച്ചാൽ വലിയ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ കുഞ്ഞായിട്ടുള്ള അവൻ ചെയ്യുമ്പോൾ അവൻ വലിയ ആളായി മാറുന്ന ഒരു ധാരണ അവന്റെ മനസ്സിലുണ്ടാകുന്നു. വെച്ചാൽ പാത്രം കഴുകുന്നതും ഷൂ ഇട്ട് തരുന്നതും അതുപോലെ തന്നെ അവനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് പേരൻസ് ആണ്. പക്ഷെ അത് തന്നെത്താൻ ചെയ്യുമ്പോൾ ഞാൻ എന്താണ് വലിയ ആളായി എന്നുള്ളൊരു മനോഭാവം കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നു. His attempt to help others at home indicates that he is growing fast. In order to sustain this self-confidence, the child requires quality attention from adults. ഈ കുഞ്ഞുങ്ങൾ ഈ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകും, ആത്മവിശ്വാസം ഉണ്ടാകും. The child requires quality attention from adults. മുതിർന്നവരിൽ നിന്നും അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ല കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവരെ എന്താണ് എൻകറേജ് ചെയ്യിപ്പിക്കണം. സ്വന്തമായിട്ട് കുഞ്ഞുങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ സെൽഫ് കോൺഫിഡൻസ് ആണ്, എന്ന് വെച്ചാൽ ആത്മവിശ്വാസമാണ് വളരുന്നത്. അല്ല നീ അത് ചെയ്യണ്ട, നീ അത് ചെയ്താൽ ശരിയാവില്ല എന്ന് പറയരുത്. ഇങ്ങനെ കൂടി ചെയ്താൽ ശരിയാവും എന്ന് പറഞ്ഞ് അവരെ എൻകറേജ് ചെയ്യിപ്പിക്കണം.
അതാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ഡെയിലി കാണുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിനകത്ത് പറയുന്നത്. വെച്ചാൽ കുഞ്ഞുങ്ങള് ഒരു പ്രീ സ്കൂളിൽ വിടുന്ന ഒരു കുഞ്ഞു വീട്ടിലുണ്ടെങ്കിൽ അമ്മമാർക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും അവരുടെ ഓരോ സ്വഭാവങ്ങളും അവരുടെ രീതികളും അവരെങ്ങനെയാണ് പെരുമാറുന്നതെന്നും. ഒരു LKG-ലോ അല്ലെങ്കിൽ UKG-ലോ വിടുന്ന കുട്ടികൾ വൈകിട്ട് വരുമ്പോഴത്തേക്ക് അവർ അവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താ വീട്ടിൽ വന്ന് പറയും. പുതിയ പുതിയ വേർഡുകൾ പഠിച്ചെന്നും ടീച്ചർ എന്ത് പറഞ്ഞെന്നും ഫ്രണ്ട്സ് എന്ത് പറഞ്ഞെന്നും എല്ലാം അവര് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ അവര് സെൽഫ് കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാകുന്നു. ഓരോ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ടാകുന്നു. അവരതങ്ങനെ ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ മുതിർന്നവർ അവരെ കൂടുതൽ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് അവർ ഈ വലിയവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവർ ചെയ്യുന്ന കാര്യങ്ങളെ എൻകറേജ് ചെയ്യിക്കണം. ഇത്രയുള്ള ആ പാരഗ്രാഫിനകത്ത് നിങ്ങൾ പോയിന്റ്സ് ഒക്കെ എഴുതിയിടുന്നുണ്ടോ? എഴുതിയിട്ടാൽ നിങ്ങൾക്ക് തന്നെയാണ് എക്സാമിനൊക്കെ നമുക്ക് ഈ പോയിന്റ്സ് വെച്ച് വേണമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് പോയിന്റ്സ് എഴുതിയിടണമെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മള് ഈ ക്ലാസ്സിൽ ജസ്റ്റ് ഇങ്ങനെ വായിച്ച് പഠിച്ചിട്ട് അങ്ങ് പോകുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് മറക്കും. നമ്മളിത് എഴുതിയിട്ട ഇന്ന ക്ലാസ്സിൽ അല്ലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു റഫ് പേപ്പർ എടുത്തിട്ട് ഡേറ്റ് ഇടുക. ഇന്നത്തെ ഡേറ്റ് 24/6/2024 ഡേറ്റ് ഇട്ടിട്ട് പഠിച്ച ആ ഒരു ഹെഡിങ് കൊടുത്തിട്ട് ആ പോയിന്റ്സ് എഴുതിയിട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുമ്പോൾ മനസ്സിലാവും കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ന് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് പോയിന്റ്സ് എഴുതാൻ പറയുന്നത്. ഇനി അടുത്തൊരു കൊച്ചൊരു പാരഗ്രാഫിലുണ്ട്, അതുകൂടെ അങ്ങ് പറഞ്ഞു നിർത്താം. Montessori named this age as the sensitive period when the child shows unusual capacities of learning certain skills and competencies. It is this capacity of learning that needs to be tapped imaginatively and suitably enriched and enhanced through quality preschool experiences. Sensitive period എന്നാ പറയുന്നത് ഈ പീരീഡിനെ. The child shows unusual capacities. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം ചെയ്യുന്ന പ്രായമാണ് ഈ പ്രീ സ്കൂൾ പീരീഡ്. അതുപോലെ കുറെ സ്കിൽസും ഉണ്ടാകുന്നു, അവർക്ക് ചില കഴിവുകളും ഉണ്ടാകുന്നതും ഈ ടൈമിലാണ്. This capacity of learning, ഈ പഠിക്കാനുള്ള കഴിവിനെ, that needs to tapped imaginatively. അതുപോലെ തന്നെ ഇവരെന്താണ് ഇമാജിനേറ്റീവ്ലി എന്നും ആയിരിക്കും, ഭാവനയിലൂടെ കാര്യങ്ങൾ പറയും. കാണാത്ത കാര്യങ്ങളൊക്കെ അവർ പറയും. നമുക്ക് തോന്നും അത് റിയൽ ആണെന്ന് തോന്നുന്ന വിധത്തിലായിരിക്കും അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത്. ആൻഡ് സ്യൂട്ടബിളി എൻറിച്ച്ഡ് ആൻഡ് എൻഹാൻസ്ഡ്. എൻഹാൻസ്ഡ് മീൻസ് മെച്ചപ്പെടുത്തുക എന്നാണ്. എൻറിച്ച്ഡ് എന്ന് പറഞ്ഞാൽ സമ്പന്നമായ, സ്യൂട്ടബിളി അനുയോജ്യമായ. എന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങള് സ്വന്തമായി പറയാനുള്ള കഴിവ്, ഭാവനയിലൂടെ ഓരോ കാര്യങ്ങൾ പറയാനുള്ള കഴിവ് ഉണ്ടാകുന്നത് ഈ പ്രീ സ്കൂൾ ടൈമിലാണ്. ത്രൂ ക്വാളിറ്റി പ്രീ സ്കൂൾ എക്സ്പീരിയൻസസ്. ഇതെല്ലാം അവർക്ക് ഉണ്ടാകുന്ന ഏതിൽ നിന്നാണ്? പ്രീ സ്കൂൾ എക്സ്പീരിയൻസസ് ആണ്, സ്കൂളിലുള്ള അനുഭവങ്ങളിൽ നിന്ന് ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കാം. പറഞ്ഞതെല്ലാം നിങ്ങൾ കൃത്യമായി പഠിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you. Good night.